പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളും അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ കർവ്. ഒരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ? ദാറ്റ് ഈസ് നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഏത് കർവ് വരച്ചു കഴിഞ്ഞാലും അതിനെ സിമ്പിളായിട്ട് പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ്. ഇതൊരു കർവാണ്. y ഈക്വൽ ടു എക്സ്, y ഈക്വൽ ടു എക്സ്. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കർവാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു എക്സ് ക്യൂബ്. നെക്സ്റ്റ് y equal to sin x, y equal to sin x, y equal to sin x. Next y equal to cos x. അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കർവാണ്. y equal to cos x. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ y ഉണ്ട്, x ഉണ്ട്. എപ്പോഴും y ഫംഗ്ഷനും x വാരിയബിൾ ആണ്. ഇവിടെയും y ഈക്വൽ ടു x. എപ്പോഴും എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ y എന്നുള്ള ടേം ഫംഗ്ഷൻ ആക്കിയിട്ടും x എന്നുള്ള ടേമിനെ വാരിയബിൾ ആക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, അവിടെയും x എന്നുള്ളത് വാരിയബിൾ ആണ്, y എന്നുള്ളത് ഫംഗ്ഷൻ ആണ്. y ഈക്വൽ ടു എക്സ് ക്യൂബ്, x എന്നുള്ളത് വാരിയബിൾ ആണ് അല്ലെ? നമ്മൾ വാരിയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈനിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ആണ് വാരിയബിൾ. ദാറ്റ് ഈസ് ഇവിടെ എക്സിന് നമ്മൾ ഓരോ വാല്യൂ എടുക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1, എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 8 വരും അല്ലെ? ദാറ്റ് ഈസ് 2 ക്യൂബ്, ദാറ്റ് ഈസ് 8 വരും. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കും? വാരിയബിൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഈ എക്സും രണ്ട് ടേം നമുക്ക് കാണാൻ പറ്റും, വൈയും എക്സും അല്ലെ? y ഈക്വൽ ടു സൈൻ എക്സ് ആയി കഴിഞ്ഞാലും x എന്നുള്ളത് വാരിയബിളും y എന്നുള്ളത് ഫംഗ്ഷൻ. അപ്പോൾ അവിടെയും y-യും x ഉണ്ട്. ഈ y-നെയും x-നെയും ഒരു സിംഗിൾ പാരാമീറ്ററിലേക്ക് നമ്മൾ സെപ്പറേറ്റ് മാറ്റി കഴിഞ്ഞാൽ അതാണ് പാരാമെട്രിക് ഇക്വേഷൻ. അപ്പൊ എങ്ങനെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കും? ഇവിടെ y ഈക്വൽ ടു x നമ്മൾ എടുത്തു കഴിഞ്ഞാൽ x-ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് t എന്ന പാരാമീറ്റർ ആണ്. ദാറ്റ് ഈസ് x ഈക്വൽ ടു t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കും? y ഈക്വൽ ടു x ആണ്. x-ന് നിങ്ങൾ ഒരു t കൊടുത്തു കഴിഞ്ഞാൽ y എന്തായി? y ഈക്വൽ ടു t ആയി. അതാണ് y ഈക്വൽ ടു x-ന്റെ പാരാമെട്രിക് ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ y-യും x ഉണ്ടായിരുന്നു, ആ y-യും x-നെയും ഒരു സിംഗിൾ പാരാമീറ്ററിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് x ഈക്വൽ ടു t, y ഈക്വൽ ടു t. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ തന്നെ കിട്ടും അല്ലെ? x ഈക്വൽ ടു t, y ഈക്വൽ ടു t ആണെങ്കിൽ എന്താ? y ഈക്വൽ ടു x. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽ ടു x എന്ന ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് y ഈക്വൽ ടു x എന്ന ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഈക്വൽ ടു t, y ഈക്വൽ ടു t. സാധാരണ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? y ഈക്വൽ ടു x-നെ എങ്ങനെ എഴുതാറുണ്ട്? y ഓഫ് x ഈക്വൽ ടു x, അഥവാ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x അല്ലെ? y ഓഫ് x ഈക്വൽ ടു x എന്ന് എഴുതും. അല്ലെങ്കിൽ y ഓഫ് x ഈക്വൽ ടു സൈൻ x എന്ന് എഴുതും. y ഈക്വൽ ടു സൈൻ x എഴുതി കഴിഞ്ഞാലും y ഓഫ് x ഈക്വൽ ടു സൈൻ x എഴുതി കഴിഞ്ഞാലും ഈക്വൽ അല്ലെ? ഇത് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x എന്നേ ഇതിന്റെ മീനിങ് ഉള്ളൂ. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന x ഈക്വൽ ടു എഴുതുന്നതിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് x ഓഫ് t ഈക്വൽ ടു t, x ഓഫ് t ഈക്വൽ ടു t, അതുപോലെ തന്നെ y ഓഫ് t ഈക്വൽ ടു t. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. x ഓഫ് t ഈക്വൽ ടു t, y ഓഫ് t ഈക്വൽ ടു t. നെക്സ്റ്റ്, ഇനി നമുക്ക് ഓരോന്നിന്റെയും പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് ഫിഗർ ഞാൻ ഇതെടുത്തു, സെക്കൻഡ് ഫിഗർ ഓക്കെ, ഫസ്റ്റ് ഫിഗർ ഇതെടുത്തു, സെക്കൻഡ് ഫിഗർ ഇതെടുത്തു, തേർഡ് ഫിഗർ ഇതെടുത്തു, ഫോർത്ത് ഫിഗർ, ഫിഫ്ത്ത് ഫിഗർ. ഇതിന്റെ ഓരോന്നിന്റെയും പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റാം. ഒന്നാമത്തെ എന്തായിരുന്നു? x ഓഫ് t ഈക്വൽ ടു t, y ഓഫ് t ഈക്വൽ ടു t അല്ലെ? ഒന്നാമത്തെ പാരാമെട്രിക് ഇക്വേഷൻ ഇതായിരുന്നു. ഇനി സെക്കൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എങ്ങനെയായിരിക്കും വരിക? ദാറ്റ് ഈസ് x ഓഫ് t ഈക്വൽ ടു t,
y of t equal to t square. കാരണം x equal to t കൊടുത്തു കഴിഞ്ഞാൽ y എന്തായി t square ആയി. That is x of t equal to t, y of t equal to t square. Next, third, x of t equal to t corresponding y of t equal to t cube. അല്ലേ? Simple. Next, fourth, x of t equal to t, then y of t equal to sin t. Next, fifth one, x of t equal to t, y of t equal to cos t. അപ്പോൾ പ്ലെയിനിൽ വരയ്ക്കുന്ന ഏത് കർവ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഏതാണ് വാരിയബിൾ അതിന് t കൊടുക്കുക, കറസ്പോണ്ടിങ് y വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതുക. ഓക്കെ, ഇനി എന്താണ് സർക്കിൾ? സർക്കിൾ ഒരു ഫംഗ്ഷൻ ആണോ? നമ്മൾ സ്പേസ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ സർക്കിൾ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. സർക്കിൾ ഇങ്ങനെയാണ് അല്ലെ? സർക്കിൾ ദൂരെ നമ്മൾ ചെയ്തെല്ലാം ഫംഗ്ഷൻ ആയിരുന്നു. y ഈക്വൽ ടു എക്സ് നമ്മൾ ഫസ്റ്റ് വരച്ചു, y ഈക്വൽ ടു എക്സ്, ഇതൊരു ഫംഗ്ഷൻ ആയിരുന്നു. സെക്കൻഡ് നമ്മൾ എടുത്തു y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതൊരു ഫംഗ്ഷൻ ആയിരുന്നു. തേർഡ് y ഈക്വൽ ടു എക്സ് ക്യൂബ് ഫംഗ്ഷൻ ആയിരുന്നു. y ഈക്വൽ ടു ഫോർത്ത് y ഈക്വൽ ടു സൈൻ എക്സ് ഫംഗ്ഷൻ ആയിരുന്നു. y ഈക്വൽ ടു കോസ് എക്സ്, ഇതെല്ലാം ഫംഗ്ഷൻ ആയിരുന്നു. എന്താണ് ഫംഗ്ഷൻ? എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം? ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആ ഡൊമൈനിലൂടെ ഏതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ആ ഡൊമൈനിലൂടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അഥവാ ഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇതാണ് ഡൊമൈൻ. ആ ഗ്രാഫ് എവിടെ മുതൽ എവിടെ വരെ വന്നിട്ടുണ്ടോ അതിന്റെ കറസ്പോണ്ട്, ഇപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ഇത് ഡൊമൈനാ. ദാറ്റ് ഈസ് ഇതാണ് ഡൊമൈൻ അല്ലെ? ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വരച്ചത് പ്രകാരം ഡൊമൈൻ എന്താണ്? ദാറ്റ് ഈസ് ഇതാണ് ഡൊമൈൻ. ഈ ഒരു ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ഡൊമൈൻ ആണ്. നമ്മൾ ഈ ഫംഗ്ഷൻ വരച്ച ഫംഗ്ഷന്റെ ഡൊമൈനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടം മുതൽ ഇവിടം വരെ ഡൊമൈനാ അല്ലെ? ദാറ്റ് ഈസ് ഈ ഒരു ഇവിടം മുതൽ ഇവിടം വരെ ഡൊമൈനാ. അപ്പൊ എവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. എത്ര ലൈൻ വരച്ചു കഴിഞ്ഞാലും അത് എക്സാക്ട് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. നമ്മുടെ കർവിന്റെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 1 ടച്ച് ചെയ്യുള്ളൂ, 2 ടച്ച് ചെയ്യുള്ളൂ. അതിന്റെ മീനിങ് എന്താണ്? എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക? ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ ഒരു സെറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഒരു മാപ്പ് എഫ് എന്നുള്ളത് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇതിലെ എല്ലാ പോയിന്റിനും ഇവിടെ ഇമേജ് വേണം. അഥവാ ഈ ഡൊമൈനിൽ ഏത് ലൈൻ എടുത്തു കഴിഞ്ഞാലും അത് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യണം. അപ്പോഴാണ് ഇമേജ് വരിക അല്ലെ? ഈ പോയിന്റിന് ഇമേജ് ചെയ്താ, ഈ ഒരു പോയിന്റ് ഇമേജ് ചെയ്താണ്, ഈ ഒരു പോയിന്റ് ഇമേജ് ചെയ്താ. അപ്പോൾ ഡൊമൈനിൽ നമ്മൾ ഏത് ലൈൻ വരച്ചു കഴിഞ്ഞാലും ആ കർവിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യങ്ങളും ടച്ച് ചെയ്യണം. അപ്പൊ ഫംഗ്ഷൻ ആവേണ്ട 2 കണ്ടീഷനാണ് ഫംഗ്ഷൻ ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ ഡൊമൈനിലെ ദാറ്റ് ഈസ് എ ബി സി ഡി ഇങ്ങനെ എഴുതി, 1 2 3 4 5 ഇങ്ങനെ എഴുതി. ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെയുള്ള എല്ലാ പോയിന്റിനും ഇവിടെ ഇമേജ് വേണം. അഥവാ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒരു ഇമേജേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എക്ക് 1ലേക്ക് മാപ്പ് ചെയ്തു, ബിനെ 2ലേക്ക് മാപ്പ് ചെയ്തു, സിനെ 3ലേക്ക് മാപ്പ് ചെയ്തു, ബിനെ 2ലേക്ക് മാപ്പ് ചെയ്തു, സിനെ 3ലേക്ക് മാപ്പ് ചെയ്തു, ഡിനെ 5ലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ എല്ലാ എലമെന്റ്സിനും ഇവിടെ ഇമേജ് ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ഒരു ഇമേജേ പറ്റുള്ളൂ. അഥവാ എക്ക് ഒരു ഇമേജ് 1 എന്ന ഇമേജ് ഉണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരരുത്. അഥവാ എക്ക് ഇവിടെ 2 ഇമേജ് പാടില്ല. ഓക്കെ, അപ്പൊ 2 കണ്ടീഷനാണ്. ഒന്നാമത് എല്ലാ എലമെന്റ്സിനും ഇവിടെ ഇമേജ് വേണം. രണ്ടാമത്തേത് ഒരു ഇമേജേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എക്സാക്ട് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും 2 പോയിന്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഈ ഒരു പോയിന്റിന് ഇവിടെയും ഇമേജ് ഉണ്ട്, ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഇമേജ് ഉണ്ട്. അപ്പൊ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ സർക്കിൾ എങ്ങനെ കിടക്കുന്നത്? ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഡൊമൈൻ ഏതാണ്? ഇവിടെ മുതൽ ഇവിടം വരെയാണ് സർക്കിൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ? പക്ഷെ ആ ഡൊമൈൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ അല്ല, ഇതൊരു ഇമേജ് ആണ്, ഒരു പിക്ചർ ആണ്, അല്ലാതെ ഫംഗ്ഷൻ അല്ല. എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ആർ ആണെങ്കിൽ ആർ സ്ക്വയർ, ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും അല്ലെ? ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഓക്കെ,
ദാറ്റ് ഈസ് ഇവിടെ രണ്ട് വൈക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പ്ലസ് റൂട്ട് ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, രണ്ടാമത്തത് മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഏതാണ് പ്ലസ് റൂട്ടും മൈനസ് റൂട്ടും? സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ഈ അപ്പർ ഹാഫ് പോർഷൻ ആണ് പ്ലസ് റൂട്ട് ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതെടുത്തു കഴിഞ്ഞാൽ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു ഹാഫ് പോർഷൻ ഉണ്ട്, അതാണ് മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇത് സെപ്പറേറ്റ് ഇത് എന്തായി? ഇതിപ്പോ ഫംഗ്ഷൻ ആയി, ഇതൊരു ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫംഗ്ഷനാണ്. പക്ഷെ അത് രണ്ടും യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ പ്ലെയിനിൽ എന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്തല്ല? പ്ലെയിനിൽ ഒരു ഫംഗ്ഷൻ അല്ല. പക്ഷെ ഇതിനെ കർവ് എന്ന് പറയാം അല്ലെ. കർവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിനിൽ വരക്കുന്ന ഏതൊരു ലൈനും ഏതൊരു കർവും ഇതെല്ലാം കർവാണ് അല്ലെ. ഏതൊരു ലൈനും അതുപോലെ തന്നെ ഏത് ഈ കർവ് പോലെ കർവ് തന്നെയാണ് പറയാം അല്ലെ. ഏതൊരു ഈ രീതിയിലുള്ള ഏതൊരു ഫിഗറും നമുക്ക് എന്തായിരിക്കും? അത് കർവ് ആക്കി നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ പാരാമെട്രിക് ഇക്വേഷൻ ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇത്രയും പറയാൻ കാരണം തൊട്ട് മുന്നത്തെ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സിന് ടി കൊടുത്തിങ്ങാണ്ട് വൈക്ക് കറസ്പോണ്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സർക്കിളിന് തൊട്ട് മുന്നത്തെ നമ്മൾ ഫംഗ്ഷൻ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് വരച്ചാണ് അല്ലെ. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് വരച്ചതാണ്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ സർക്കിളിന് നമ്മൾ ചുമ്മാ വൈ ഈക്വൽ ടു വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എടുത്തിട്ട് എന്നിട്ട് എക്സ് ഈക്വൽ ടു ടി പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഫംഗ്ഷൻ അല്ല, ഇതൊരു ഇമേജ് ആണ് അല്ലെങ്കിൽ കർവാണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം, നമുക്ക് ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നിരുന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു പോയിന്റ് എടുത്തു, ഒരു സർക്കിൾ എടുത്തു. ആ സർക്കിളിന്റെ ഒരു പോയിന്റ് ഞാൻ എടുക്കാൻ പോവാം. എന്താണ് ഇത്? എക്സ് വൈ എന്ന പോയിന്റ്. എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അല്ലെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്? അതാണ് എക്സ് അല്ലെ. ദാറ്റ് ഈസ് അതിനെ എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. കാരണം ഇവിടെ 1 ആണെങ്കിൽ ഡിസ്റ്റൻസ് 1 ആയിരിക്കും, ഇവിടെ 2 ആണെങ്കിൽ ഡിസ്റ്റൻസ് 2 ആയിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് എക്സ് എന്ന ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ് വൈ? ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്? അതാണ് വൈ അല്ലെ. അത് വൈ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വൈ ആയിരിക്കും. therefore നമ്മൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എക്സും ഈ ഒരു ഡിസ്റ്റൻസ് വൈയുമാണ് അല്ലെ. നെക്സ്റ്റ് നമുക്കറിയാം പോളാറിലേക്ക് മാറ്റി കഴിഞ്ഞാലോ? ദാറ്റ് ഈസ് ഇത് കാർട്ടീഷ്യൻ ആണ്. എന്താണ് പോളാർ കോർഡിനേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് വൈ എഴുതുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് എക്സ് വൈ പ്ലെയിൻ എടുത്തു, എക്സ് വൈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞാൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ 2 നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. എക്സ് വൈ എന്ന നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സ് വൈ എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്താണോ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് അതാണ് എക്സ്. ഇനി വൈ പറഞ്ഞു കഴിഞ്ഞാലോ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈന് വൈ ആക്സിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത് അതാണ് വൈ. അപ്പോൾ 2 പോയിന്റ് 1 1 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് 1 ആണ്, ഈ ഒരു പോയിന്റ് 1 ആണ്. 1 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഈ ലൈന് ടച്ച് ചെയ്യുന്ന പോയിന്റ് 1 ആണ്, ഈ ലൈന് ടച്ച് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സിസ്റ്റം പഠിക്കാൻ പോവാണ്. എന്താണ്? ആർ തീറ്റ അല്ലെങ്കിൽ ആർ ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. എന്താണ് ആർ? സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ആർ. സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ആർ. നെക്സ്റ്റ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ടി ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ തീറ്റ എന്ന് ഉപയോഗിക്കാറുണ്ട്. ആർ തീറ്റ എന്ന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കുമ്പോൾ ആർ ടി എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആർ തീറ്റ? ദാറ്റ് ഈസ് തീറ്റ പോസിറ്റീവ് എക്സ് ആക്സും അതുപോലെ തന്നെ ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് ടി അല്ലെങ്കിൽ തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 2 നമ്പേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഇത് 1 ആണെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും? 1 0 എന്ന് എഴുതും. കാരണം 1 ആണ് എക്സിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാറിനാൽ ഇവിടെ ആൾറെഡി എക്സ് തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ 1 വരും. നെക്സ്റ്റ് ഇതിനെ വൈ ആക്സിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരും?
that is 0 ലാണ് ടച്ച് ചെയ്യുന്നത്, therefore 1 0. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. നെക്സ്റ്റ് പോളാർ കോർഡിനേറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ഈ ലൈനും എക്സ് ആക്സും തമ്മിലുള്ള ആംഗിൾ അതും 0, ദാറ്റ് ഈസ് 1 0. അപ്പൊ ഇവിടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്താ കിട്ടി, 1 0 എന്ന് കിട്ടി. നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത് അതാണ് എക്സ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് 0. വൈ കോർഡിനേറ്റ് ആ പോയിന്റിൽ നിന്നും വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത് അതാണ് വൈ കോർഡിനേറ്റ്. ഓൾറെഡി വൈ ആക്സിൽ ആയതുകൊണ്ട് 1 ആണ് അല്ലെ. അപ്പോൾ 0 1 ആണ് ഈ പോയിന്റിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇനി പോളാർ കോർഡിനേറ്റ് എന്ത് വരും, ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ഈ ഒരു ലൈനും പോസിറ്റീവ് എക്സ് ആക്സും ഈ ഒരു ലൈനും അഥവാ നമ്മൾ 6 കണക്കാക്കിയല്ലോ, 6 പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് 0 0 ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതിനെ ഈ റേഡിയസ് ലൈൻ എന്നും പറയാറുണ്ട് ഇതിനെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് പോളാർ, ദാറ്റ് ഈസ് ഇത് π/2 അല്ലെ, ദാറ്റ് ഈസ് 1 π/2 എന്നാണ് പോളാറിൽ ഇതിന്റെ കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനാ അവിടുന്ന് പോളാറിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, അതുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ചത്. നെക്സ്റ്റ് അപ്പൊ ഇവിടെ എക്സ് വൈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതിന്റെ പോളാർ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആർ തീറ്റ അല്ലെങ്കിൽ ആർ ടി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആർ, ഈ ഒരു പോയിന്റ് ആർ പറഞ്ഞാൽ സെന്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് ആർ. ടി പറഞ്ഞു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ഈ ആംഗിൾ ടി. അപ്പൊ നമുക്ക് ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലെ, ഏതാണ് ട്രയാംഗിൾ, ഇങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ആർ, നെക്സ്റ്റ് ഈ ഡിസ്റ്റൻസ് വൈ, ഈ ഡിസ്റ്റൻസ് എക്സ്, ആംഗിൾ ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോസ് തീറ്റ സൈൻ തീറ്റ ഡിഫൈൻ ചെയ്യാം. എന്താണ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് എതിർവശം ഡിവൈഡഡ് ബൈ കർണം, that is the opposite side divided by hypotenuse, that is sin t equal to y divided by r, sin t equal to y divided by r, that is y equal to എന്ത് കിട്ടും, r sin t, റേഡിയസ് എന്താണോ അതാണ് r sin t എന്ന് കിട്ടും. അതുപോലെ തന്നെ cos t equal to നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യാം, cos t equal to x divided by r, that is adjacent side divided by hypotenuse, that is x divided by r. From this x equal to എന്ത് കിട്ടും, r cos t എന്ന് കിട്ടും. Therefore സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, that is x equal to r cos t, y equal to r sin t അല്ലെ. സിമ്പിൾ ആണ്, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി എലിപ്സ് എന്താണ്, സർക്കിളും എലിപ്സും തമ്മിലുള്ള വ്യത്യാസം. സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡിലേക്കും ഒരേ ലെങ്ത് ആയിരിക്കും, ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റന്റ് ലെങ്ത്തിലുള്ള സെന്ററിൽ നിന്ന് കോൺസ്റ്റന്റ് ലെങ്ത്തിലുള്ള അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് കോൺസ്റ്റന്റ് ലെങ്ത്തിലുള്ള എല്ലാ പോയിന്റും യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ജോമെട്രിയാണ് സർക്കിള്. പക്ഷെ എലിപ്സ് ആണെങ്കിലോ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ സെന്ററിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എക്സ് ആക്സിൽ എവിടെ ടച്ച് ചെയ്യണോ സെയിം പോയിന്റിൽ രണ്ട് സൈഡിലും ടച്ച് ചെയ്യും, വൈ ആക്സിൽ എവിടെ ടച്ച് ചെയ്യുന്നോ സെയിം പോയിന്റിൽ രണ്ട് സൈഡിലും സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല അല്ലെ. സർക്കിൾ ആണെങ്കിൽ എല്ലാ സൈഡിലേക്കും ഈക്വൽ ആവും. എലിപ്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും, ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇത് എയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് മൈനസ് എയിൽ ടച്ച് ചെയ്യും, ഇത് ബിയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് മൈനസ് ബിയിൽ ടച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സർക്കിളിൽ എന്തായിരുന്നു, സർക്കിളിന്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആയിരുന്നു. That is x square divided by a square plus throughout എന്ത് ചെയ്യാം, ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് അല്ലെ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എന്താണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ എഴുതി അല്ലെ, എക്സ് ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഈക്വൽ ടു ആർ സൈൻ ടി, രണ്ടും ആറാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, എക്സ് ഈക്വൽ ടു എ കോസ് ടി, y equal to b sin t. എയും ബിയും ഈക്വൽ ആണെങ്കിലോ അത് സർക്കിൾ ആയി അല്ലെ, എ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ അത് സർക്കിൾ ആയി. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക, പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ എലിപ്സ്.
parametric equation of a ellipse. ഇത് parametric equation of circle. Next, parametric equation of ellipse. Parameter എന്താണ്? x equal to a cos t, y equal to b sin t. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഇതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള, എവിടെയെങ്കിലും വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നെയിം ഓഫ് ദി കർവ്, name of the curve, Cartesian equation, parametric equation. Parametric equation. ഒന്നാമത്തേത് എലിപ്സ്. ഒന്നാമത്തെ എലിപ്സ്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ എലിപ്സിന്റെ കാര്യം നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ എലിപ്സ് എന്താണ്? എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി. ഓർത്ത് വെക്കണം ഇത്. നെക്സ്റ്റ് രണ്ടാമത്തേത് സർക്കിൾ. സർക്കിൾ that is x square plus y square equal to a square. Radius a ആണെങ്കിൽ എന്ത് വരും? that is x equal to a cos t, y equal to a sin t. അല്ലേ? രണ്ടും സെയിം ആയിരിക്കും. x equal to a cos t, y equal to a sin t. നെക്സ്റ്റ് മൂന്നാമത്തേത് പരാബോള. പരാബോള parabola, that is y square equal to 4ax. that is എങ്ങനെ എഴുതാം? x equal to നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് കൊടുക്കാം അല്ലേ? that is y square equal to 4ax ആണ്. y square equal to y equal to x square ആണ് നമ്മൾ വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ y square equal to ഇത് സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് വരും? ഇതിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് വരും. അപ്പൊ ഇത് കർവ് അല്ല അല്ലെ? എക്സ് വൈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതെന്തല്ല, സോറി ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഓർത്ത് വെക്കുക, എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ, വൈ ഈക്വൽ ടു 2at, y ഈക്വൽ ടു 2at. നെക്സ്റ്റ് നാലാമത്തേത് ഹൈപ്പർബോള. ഹൈപ്പർബോള that is x square divided by a square minus y square divided by b square equal to 1. എന്ത് വരും? x equal to a sec t, y equal to b tan t, y equal to b tan t. Next rectangular xy minus അഞ്ചാമത്തെ rectangular that is xy equal to some c square that equal to, ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ? എങ്ങനെ എഴുതാം? x equal to ഇതിനെ നമുക്ക് വേണമെങ്കിൽ y equal to c square divided by x എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x of t equal to t എന്നും y of t equal to c square by t എന്നും എഴുതാം അല്ലേ? ചിലത് നമുക്ക് ഇത് ഫംഗ്ഷൻ ആണ്. y യുടെ പവർ 1 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം. ഇവിടെ y യുടെ പവർ 1 അല്ല അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ടേം വന്നത്. ഇവിടെയും y യുടെ പവർ 1 അല്ല. y യുടെ പവർ 1 ആണെങ്കിൽ അത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. y സ്ക്വയർ ആണ് വന്നത്, ഇവിടെയും y സ്ക്വയർ ആണ് വന്നത്. പക്ഷെ ഇവിടെ y യുടെ പവർ 1 ആയതുകൊണ്ട് y ഈക്വൽ ടു നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് ഹൈപ്പർബോള. ഹൈപ്പർബോള നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ, ഫോർത്ത് ഹൈപ്പർബോള എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആസ്ട്രോയിഡ്. എന്താണ് ആസ്ട്രോയിഡ്? ആസ്ട്രോയിഡ് ഇതൊന്നും നിങ്ങൾക്ക് അത്യാവശ്യം ആയിട്ട് വരണം എന്നില്ല, എന്നിരുന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്ന് എഴുതി തരുന്നേ ഉള്ളൂ. എക്സ് പവർ 2/3 പ്ലസ് വൈ പവർ 2/3 ഈക്വൽ ടു എ പവർ 2/3. ദാറ്റ് ഈസ് ഇക്വേഷൻ ഇതാണ്. y ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി. നെക്സ്റ്റ് എ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി, y ഈക്വൽ ടു എ സൈൻ ക്യൂബ് ടി. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട വെക്റ്റർ വാല്യൂഡ് പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.